മോർണിംഗ് ഒരുപടി എല്ലാവർക്കും ഗ്രാമസ്നേഹി ന്യൂസ് ഇലക്ഷൻ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴയിൽ ഗ്രാമസ്നേഹിയുടെ ഇന്നത്തെ കുട്ടനാട്ടിലുണ്ടായ UDFിനുണ്ടായ ഒരു ആശങ്കയാണ്. ഈ അവസരത്തിൽ ഗ്രാമസ്നേഹി യൂട്യൂബ് പ്രേക്ഷകരോട് പറയാനുള്ളത്, റജി ചെറിയാൻ്റെ പത്രികയിൽ ഒരെണ്ണം തള്ളി എന്നുള്ള വാർത്ത ഇന്നലെ തന്നെ റജി ചെറിയാൻ നൽകിയ നാമനിർദ്ദേശ പത്രികയുമായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ പത്രികയിലെ അഫിഡവിറ്റ് പരിശോധിക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി കുട്ടനാട് UDF സ്ഥാനാർത്ഥിയുടെ 3 സെറ്റ് പത്രികയിൽ ഒരെണ്ണം തള്ളിയതായി ഇന്നലെ തന്നെ വാർത്ത മനസ്സിലാക്കിയിരുന്നു. 2 സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്ന് ബുധനാഴ്ച രാവിലെ 10 മണിക്ക് എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദേശീയ പാർട്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പിന്താങ്ങുന്ന 10 പേരാണ് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടേണ്ടത്. അതിൽ 2 പേർ മാത്രമാണ് റജി ചെറിയാൻ്റെ നാമനിർദ്ദേശ പത്രിക പിന്താങ്ങി ഒപ്പിട്ടത് എന്നാണ് LDF ആശയം ഉന്നയിച്ചതോടെ 1 സെറ്റ് പത്രിക തള്ളുകയായിരുന്നു. പിന്നീടുള്ള 2 സെറ്റ് പത്രികയിൽ കേസ് വിവരങ്ങൾ പൂർണ്ണമായി ചൂണ്ടിക്കാണിച്ചില്ല എന്ന് LDF ആരോപണം ഉന്നയിക്കുന്നു. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ള, ആലപ്പുഴയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആലപ്പി സുഗുണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയിൽ 10 പേരെ പിന്താങ്ങിയാണ് ഞങ്ങൾ 2 സെറ്റ് പത്രിക സമർപ്പിച്ച് ഈ ഇലക്ഷനെ നേരിടുന്നുണ്ട്. ആ വിവരം ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ഒരു അവസരമാണ് ഈ ഇലക്ഷൻ തരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റുകളിൽ അഫിഡവിറ്റ് മാത്രമേ ഈ അവധി ദിവസങ്ങളിലായിട്ട് പോലും അവർക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഈ ഇലക്ഷൻ സംബന്ധമായ വിവരങ്ങൾ ചോർന്നു എന്നുള്ളത് നാമനിർദ്ദേശ പത്രിക ആരുടെയും, കേരളത്തിലെങ്ങോളം ഉള്ള സ്ഥാനാർത്ഥികളുടെയും പത്രിക ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എങ്ങനെ? പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയും 5 പേരും അടങ്ങുന്നവരെ മാത്രമാണ് ഭരണാധികാരി അകത്ത് കയറ്റാറ്. ആ വിവരങ്ങൾ അവിടുന്ന് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലെ കറുത്ത കരങ്ങളെക്കുറിച്ച് ഒരു നിയമപരമായ അന്വേഷണം ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടറിന് പേരിലും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന പേരിലും ഈ ആലപ്പുഴ കേരള നിയമസഭ തിരഞ്ഞെടുപ്പുകളിൽ വെറും നിസ്സാരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തടസ്സപ്പെടുത്തുന്ന പലവിധ സന്ദർഭങ്ങൾ എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളൂ. ആലപ്പുഴയിലും രാമങ്കരി കോടതിയിലും 2 ക്രിമിനൽ കേസുകൾ ഉള്ള അതിൽ രാമങ്കരി കോടതിയിലെ കേസ് വിവരങ്ങൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രികയിൽ ചൂണ്ടിക്കാണിച്ചതെന്നാണ് LDF NDA മുന്നണി നേതാക്കൾ ആശയമുന്നയിച്ച്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ LDFന് NDAക്ക് എങ്ങനെ നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ ലഭിച്ചു? അവർക്ക് പ്രത്യക്ഷത്തിൽ ആ നോമിനേഷൻ പരിശോധിക്കുന്ന സമയത്ത് മുമ്പ് അവർക്ക് ഈ നാമനിർദ്ദേശ പത്രിക കൈമാറിയിട്ടുള്ള സകല ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി എടുക്കണമെന്നാണ് എനിക്ക് ജില്ലാ ഭരണാധികാരിയായ കളക്ടറോട് ഈ വിഷയത്തിൽ പറയാം. റിട്ടേണിംഗ് ഓഫീസറായ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ PV സൗമ്യ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം ബുധനാഴ്ച എടുക്കുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് സൂക്ഷ്മ പരിശോധന വേളയിൽ പത്രിക പൂർണ്ണമായും നിരസിക്കപ്പെടുമോ എന്ന ആശങ്കയിലുമാണ് UDF പ്രവർത്തകർ. സീറ്റ് വിഭജനത്തെ ചൊല്ലി കോൺഗ്രസുള്ള നേരത്തെ തന്നെ അതൃപ്തി നിലനിന്നിരുന്നു. DC പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സജി ജോസഫ് സ്വതന്ത്രനായി മത്സരിക്കുന്നതും അവിടെ UDFന് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പേയ്മെൻറ്റ് സീറ്റ് ആരോപണം ഉന്നയിച്ച് റജി ചെറിയാനെതിരെ ഒരുപാട് ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾ വഴിയും പ്രചരണം നടത്തുന്നുണ്ട് ഈ NDA UDF മുന്നണികൾ. ഇവരുടെ ഡീല് നമുക്ക് മനസ്സിലാക്കണം. ഒരാൾക്ക് ഇപ്പോൾ LDFന് ഈ വിവരങ്ങൾ ലഭിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ LDFനും NDAയ്ക്കും ഈ വിവരങ്ങൾ, റജി ചെറിയാൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ പോരായ്മകൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥർ ആരാണ്? ഈ ഡീല്, അവിടുത്തെ ആ ഒരു ഡീല് ആലപ്പുഴ ജില്ലയിൽ എങ്ങോളം നമുക്ക് കാണാൻ കഴിയും.
ആലപ്പുഴ ജില്ലയിലെ ഇവരുടെ ഒരു എല്ലാവരുടെയും ഒരു പോരാട്ടം, ഒരുമിച്ചുള്ള പോരാട്ടമാണ്. അത് അവരുടെ അധികാരത്തിനുള്ള പോരാട്ടം മാത്രമാണ്. ഇവരെല്ലാം ഒരച്ഛൻ്റെ മക്കളായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ ഇലക്ഷൻ കമ്മീഷനോട് മുന്നിൽ പറയാനുള്ളത്, നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോഴൊക്കെ എൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയത് നിസ്സാര കാര്യം കൊണ്ടാണ്. നിരവധി സുപ്രീം കോടതി വിധികളുണ്ട്. നിസ്സാര സില്ലി മാറ്റേഴ്സിന് ഒരിക്കലും നാമനിർദ്ദേശ പത്രിക തള്ളാൻ പാടില്ല. അതുമാത്രമല്ല, നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ അവർക്ക് വേണ്ടുള്ള പരിശോധന നടത്തി പറഞ്ഞു കൊടുക്കണം. ഇനി കേസിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ച മുഖ്യമായ വിഷയമെങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കേസിലെ പ്രതികൾ, എത്ര കേസിലെ പ്രതികളാണെങ്കിലും അവർ 5ഓളം പത്രങ്ങളിൽ പരസ്യപ്പെടുത്തണം. അതിനുശേഷം മാത്രമേ നോമിനേഷൻ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കേരളത്തിലെ എത്ര MLA-മാരായിട്ടുള്ളവരും നിരവധി കേസുകളുള്ള MLA-മാരും പാർട്ടി പ്രവർത്തകരും ഏതൊക്കെ പരസ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കേണ്ടേ വേണം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുത്ത സമയത്ത് അന്തിമമായി അവർ പറഞ്ഞ ഒരു കാര്യം ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നാണ്. ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ നോമിനേഷൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈൻ വഴി എത്ര ബുദ്ധിമുട്ടിയാണ് ആ മൊമെൻറ്റിൽ നമ്മളും 3 മണിക്ക് വരെയാണ് നമുക്ക് ഇലക്ഷൻ ഭരണാധികാരി നമുക്ക് സമയം തന്നത്. അതിനകം തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ അതുപോലും ചെയ്യാത്ത എത്രയോ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമം അനുസരിച്ച് ഒരു നൂല് കെട്ടിയ പോലെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നതല്ല പലവിധ കാര്യങ്ങൾ. കാരണം അഭ്യസ്തവിദ്യരും ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സമയത്ത് ജില്ലയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള IAS ഓഫീസർ അടക്കമുള്ള ഭരണാധികാരിയായി വരുന്ന സമയത്ത് അവർക്ക് ഈ വിവരങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യത തെറ്റിച്ചുകൊണ്ട് നടത്തുന്നത് നിയമവിരുദ്ധ ക്രമവിരുദ്ധ പ്രവൃത്തിയാണ്. ഈ ഉദ്യോഗസ്ഥർ ഈ തലത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഇവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുവാനുള്ള നിയമ പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഇത്രയും പ്രചരണ വേല ഇത് കാണിക്കുന്ന ഒറ്റിക്കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും ജില്ലാ കളക്ടർക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാതി കൊടുക്കും. റെജി ചെറിയാൻ്റെ ഒരു നാമനിർദ്ദേശ പത്രിക മാത്രമല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന നീതി നിഷേധം ജനാധിപത്യ വിശ്വാസികൾ അറിയണം, ജനസമക്ഷം അറിയണം. അതിന് ഗ്രാമസ്നേഹിയുടെ സ്പെഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഇത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വിശദീകരണങ്ങളും പ്രതികരണങ്ങളും അറിയിക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും ഒരു ജനാധിപത്യ വിജയമുണ്ടാകാൻ വേണ്ടി ജനാധിപത്യം ജീവിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ്.